കപ്പ ബിരിയാണി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കപ്പ ബിരിയാണിയോ? ഉണക്കമീൻ പൊരിച്ചതും. ഏതാ? ഉണക്ക അന്തനാണോ? ചേട്ടാ കണ്ണ് കാണാത്ത ചേട്ടനാണോ? കണ്ണ് കാണത്തി. ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുന്നേ. വേണ്ടേ ഇപ്പൊ മകളെ കിട്ടിയപ്പോ നമ്മള് മാൾ ഓഫ് ഏഷ്യ നമ്മളെ വേണ്ട എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അന്ന് ഇറങ്ങിയതാണ്. ഞങ്ങള് തിരുവനന്തപുരയിൽ നിന്ന് ഊബർ എടുത്തിട്ടാണ് ഈ മാളിലേക്ക് പോയത്. 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ പ്രധാന ഉദ്ദേശം, ചുമ്മാ ഒന്ന് കാണാൻ മാത്രം വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ഇവിടെ വരെ വന്നപ്പോൾ മാൾ ഓഫ് ഏഷ്യ ഒന്ന് കണ്ടിട്ട് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് നടന്ന് ഇവിടെയൊക്കെ കണ്ടാൽ നമ്മളൊരു ഗൾഫ് കൺട്രീസിൻ്റെ ഒരു കൺട്രിയിലൊക്കെ പോയ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എൻട്രൻസിൻ്റെ അവിടെയാണിത്. എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ കയറി. ഷെനായി മോനും പിള്ളേരും കുഞ്ഞിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിയിലായതുകൊണ്ട് അവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ. ആദ്യം കയറിയപ്പോൾ തന്നെ കണ്ടില്ല. നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരെ മീറ്റ് ചെയ്തത്. അവരെ എന്തോ ഊബറിലെ ഡ്രൈവർ പുറകിലാണ് കൊണ്ടുവിട്ടത്, ഞങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടു. ഞങ്ങളപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറി ഇങ്ങനെ വരികയാണ്. ഇവിടെയൊക്കെ നടന്ന് ചുമ്മാ കാണുന്നു, അത്രയേ ഉള്ളൂ. അതിന് താഴെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ അവരെ കണ്ടു. അവരെങ്ങനെയുണ്ട് മാൾ ഓഫ് ഏഷ്യ? ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഷേനാടെ മോന്റെയും എന്റെ ഇക്കാണ് മോനെന്നാണ് ഞാൻ വിളിക്കുന്നത്. എങ്ങനെയുണ്ട് മാൾ ഓഫ് ഏഷ്യ? ചേട്ടൻ്റെ അഭിപ്രായം പറ. സൂപ്പർ. സീരിയസ് ആയിട്ട് പറ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആണോ? വന്നിട്ട് മാഡത്തിന്റെ അഭിപ്രായം? ഞങ്ങളും വന്ന് കയറിയതേ ഉള്ളൂ. ഞങ്ങളുടെ ഊബറുകാരൻ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന കാരണം ഞങ്ങൾക്ക് ഫ്രണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇനി ഫുള്ളൊന്ന് അരിച്ചു ഇറക്കി കാണണം. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് അതിമനോഹരമായിട്ടുണ്ട്. ഈ കുട്ടി എന്തിനാ നിക്കുന്നേ? ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണോ? ഗിഫ്റ്റ് കൊടുക്കാൻ നിക്കുന്നേ. ആ കൊച്ചു നിങ്ങളതല്ലേ? ഗിഫ്റ്റ് വേണ്ടേ? ഓ കലണ്ടർ ഗിഫ്റ്റ് ഞങ്ങളെ ഒന്ന് കാണിച്ചേ. പയ്യാണെങ്കിൽ തനിയെ ഉണ്ടാക്കിയൊരു കലണ്ടറൊക്കെ വെച്ചിട്ട് ആ ഡേറ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടൊരു ഗിഫ്റ്റാണ് നമ്മൾ തനിയെ ഉണ്ടാക്കി കൊടുത്തു. സാർ വാട്ട് ഈസ് ദിസ്? ചുമ്മാ ഒരു കാര്യമില്ലാതെ അവിടെ കയറി ഡോണട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് പുള്ളിക്കാർക്ക് കഴിച്ചൊന്നുമില്ല. ബാക്കി ഞങ്ങളൊക്കെ കഴിച്ചു. ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് ആർക്കും പൊതുവെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മധുരം കൂടുതലായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഷോപ്പിങ്ങിനായിട്ടൊന്നും അല്ല, ചുമ്മാ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. വേറെ പോകുന്നുണ്ട് കെയർ മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നുള്ളത് കാരണം ചുമ്മാ കാണാനായിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ടത് നല്ല രസമുണ്ടല്ലേ. കുറേ നേരം ഇത് നോക്കി നിന്നായിരുന്നു. ഇവർക്ക് എന്താ നോക്കുന്നേ? എനിക്ക് കപ്പ ബിരിയാണി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കപ്പ ബിരിയാണിയോ? ഉണക്കമീൻ പൊരിച്ചതും. ഏതാ? ഉണക്കമീനും ചോറും. മത്തിക്കറി വേണോ? മത്തിക്കറി ഉണ്ടെന്നുള്ളത് അത് എവിടെ കിട്ടും? ഗോതമ്പട മതി. ഡൊമിനോസിലുണ്ട് ഗോതമ്പട വേണ്ട. എത്ര ദിവസമായോ ചോറ് കഴിച്ചത്? 2 ദിവസമേ ഉള്ളൂ. മത്തിക്കറിയും മത്തി വറുത്തോ പുളി പിടിക്കണം. ഇത് പിന്നെ ഞങ്ങൾ ഷോയൊക്കെ കാണിക്കുകയാണ്. തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ ചുമ്മാ രസത്തിന് വേണ്ടി രസം അങ്ങനെയുള്ള, അല്ലാതെ സ്റ്റോറൊന്നും തപ്പുമല്ല കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് H&M പോയായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു. അതെ, നമ്മളെയൊന്നും വേണ്ടേ ഇപ്പൊ മകളെ കിട്ടിയപ്പോ? നമ്മളെ വേണ്ട കുഞ്ഞി. മകളെ കിട്ടിയപ്പോ നമ്മളെ വേണ്ട കുഞ്ഞി. നമുക്ക് സെറ്റ് ആവാം, വാ ഞങ്ങള് സെറ്റ് ആവാം ഗൈസ്. രണ്ടുപേരും കൂടി ഇങ്ങനെ ഞങ്ങളുടെ മുന്നേ ഞങ്ങളെ കാണിച്ച് പോവാണ്. ഞങ്ങളെ ഒഴിവാണ്, പക്ഷെ തോൽക്കില്ല. രണ്ടുകൂടെ പോന്ന കാണിച്ചത്. സാറ സാറ ഇതാരാ? പിന്നെ അനിമി ക്യാരക്ടേഴ്സ്, അതുപോലെ ടോയ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറായിരുന്നു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ചുമ്മാ എടുത്തു. പങ്കോ പോപ്പിൻ്റെ ടോയ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറായിരുന്നു. അവിടെ ചുമ്മാ പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന് കണ്ടു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്നു. കൂടുതൽ സമയം നമ്മൾ ഫോട്ടോസ് എടുക്കാനും ഇതേപോലെ വീഡിയോസ് എടുക്കാനുമാണ്. അല്ലാതെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും നമ്മൾ നടത്തിയില്ല എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ വന്നത് H&M വന്നു. H&M വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോന് ഒരു സൺഗ്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സൺഗ്ലാസ് വാങ്ങിക്കാനായിട്ട് കയറി. സിമ്പിളും കൂടെ വേണ്ടത്. അതാ അന്ധനാണോ? ചേട്ടാ കണ്ണ് കാണാതെ ചേട്ടനാണോ? അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സമയം കളഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങുന്നുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ്, അതായത് KR മാർക്കറ്റോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനെന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഷോപ്പിംഗ് ഒന്നും ബാംഗ്ലൂർ പോയിട്ട് നടത്തിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഹോട്ടൽ തപ്പിയുള്ള പോക്കാണ്. നടന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നീട് വേറെ റൂട്ടിലേക്കാണ് പോയത്. പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.